വ്യവസായങ്ങളും ജനങ്ങളും കേരളം വിടുന്നു. കേരളത്തിലെ ചെറുതും വലുതുമായ പ്രമുഖ വ്യവസായങ്ങൾ കൂട്ടത്തോടെ കേരളം വിടുന്നതായി കണക്കുകൾ പുറത്തുവരുന്നു. അനവധി കുടുംബങ്ങളും കേരളം വിടുന്നതായും വിവരങ്ങൾ പുറത്തുവരുന്നു. കേരളത്തിൽ ജീവിതം ദുസ്സഹമായി. കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിതം മുന്നോട്ട് പോകാനാവുന്നില്ല. വരുമാനത്തിൻ്റെ 3 ഇരട്ടിയോളമാണ് ചെലവ്. ഓരോ വർഷം കഴിയും തോറും കടബാധ്യത പെരുകുന്നു. ഇടത്തരം കുടുംബങ്ങളാണ് ജീവിതം വഴിമുട്ടി അന്യസംസ്ഥാനങ്ങളിലേക്ക് പലായനം ചെയ്യുന്നത്. മറ്റു 2 വിഭാഗക്കാർക്കും വലിയ പ്രശ്നമില്ലെന്നാണ് പറയുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് പണിക്ക് ആളെ കിട്ടുന്നില്ല. കാലത്ത് 9 മണി മുതൽ വന്ന് 2 മണിക്ക് പോകുന്നു. 5 മണിക്കൂർ ജോലിക്ക് മിനിമം 1000 രൂപ കൂലി കൊടുക്കണം. വീട്ടു ഉപകരണങ്ങൾ തകരാറിലായാൽ വന്ന് നോക്കാൻ 350 രൂപയും റിപ്പയറിന് വൻ തുകയും നൽകേണ്ട അവസ്ഥയാണ്. ഉത്തരേന്ത്യൻ തൊഴിലാളികൾ ഇല്ലാതായാൽ കേരളം സ്തംഭിക്കും എന്ന അവസ്ഥയാണ്. അന്യസംസ്ഥാനങ്ങളുടെ ആശ്രയമില്ലാതെ അടുക്കള ചലിക്കാത്ത സ്ഥിതിയാണ് ഉള്ളത്. കാർഷിക മേഖലകൾ അപ്രത്യക്ഷമാകുന്നു. ഉള്ള ഭൂമികൾ തരം മാറ്റി റിയൽ എസ്റ്റേറ്റുകൾ ആധിപത്യം സ്ഥാപിക്കുന്നു. കൈക്കൂലിയില്ലാതെ ഫയലുകൾ 1 ഇഞ്ച് നീങ്ങുന്നില്ലെന്നും പരാതി. രാഷ്ട്രീയക്കാരുടെയും ജനപ്രതിനിധികളുടെയും പിരിവും മാമൂലുകളും വ്യവസായ മേഖലയിൽ തകർക്കുന്നതായി വ്യാപകമായ ആരോപണങ്ങളാണ് ഉയരുന്നത്. വ്യവസായ മേഖലകളിലെ പഞ്ചായത്ത് അധികൃതർ ചുരുങ്ങിയ കാലം കൊണ്ട് കോടികൾ സമ്പാദിക്കുന്നതായും മെമ്പർമാർ ആയാൽ വീട് പണി ഉടൻ തുടങ്ങുന്നതായും നാട്ടുകാർ പരാതിപ്പെടുന്നു. ജനസേവനം എന്നത് മരുന്നിന് പോലും കാണാത്ത അവസ്ഥയാണ്. ഒരു പലചരക്ക് കട തുടങ്ങാൻ 3 ലക്ഷം രൂപ വരെ കൈക്കൂലി കൊടുക്കുന്നതായും പറയുന്നു. വ്യവസായ മേഖലയിലെ പഞ്ചായത്ത് സെക്രട്ടറിമാർ ഇരുട്ടി വെളുക്കുന്ന വേഗത്തിൽ കോടിപതികളാകുന്നതായും ചൂണ്ടിക്കാണിക്കുന്നു. പഞ്ചായത്ത് ആക്ട് കാറ്റിൽ പറത്തി ചട്ടലംഘനങ്ങൾക്ക് കുടപിടിക്കുന്ന ആക്രി ഗോഡൌണുകൾ അനധികൃതമായി കൂനുപോലെ പെരുകുന്നതായും ജനങ്ങൾ ഭയപ്പെടുന്നു. GST നടപ്പിലാക്കിയതിലെ അപാകതകൾ രാജ്യത്തെ ജനങ്ങളെയും ചെറുകിട വ്യവസായത്തെയും ദുരിതത്തിലാക്കി. GSTയുടെ പേരിൽ പിടിച്ചുപറിയും കൊള്ളയും നടത്തി കോർപ്പറേറ്റുകളെ ലോക ധനിക പട്ടികയിലേക്ക് ഉയർത്തിവിടുന്നതായും വമ്പന്മാർക്ക് GSTയിൽ ഇളവ് നൽകുമ്പോൾ പാവപ്പെട്ടവർക്ക് പട്ടിണി മാറ്റാനുള്ള ആഹാരത്തിന് പോലും GST ബാധകമാക്കി ദ്രോഹിക്കുന്നതായും പരാതികൾ ഉയരുന്നു. ഉപ്പ് തൊട്ട് എല്ലാറ്റിനും GST. പാവപ്പെട്ടവർ ജീവിതം മുഴുവൻ കഷ്ടപ്പെട്ട് സ്വരൂപിച്ച ചെറിയ തുക കൊണ്ട് ഒരു വീട് പണിതാൽ ലക്ഷങ്ങൾ GST കൊടുക്കേണ്ട അവസ്ഥയും. GST നടപ്പിലാക്കിയ കേരളത്തിൽ ഖജനാവ് കാലിയാണ്. ഒരു ഭാഗത്ത് സംസ്ഥാന സാമ്പത്തിക ഞെരുക്കത്തിലാകുമ്പോൾ മറുഭാഗത്ത് ലഹരി അടക്കം കള്ളക്കടത്തുകൾ അതിർത്തി ചെക്ക് പോസ്റ്റുകൾ വഴി വിഹരിക്കുന്നു. ഒരു പരിശോധനയും എവിടെയും ഇല്ല. അനധികൃതമായി യഥേഷ്ടം ലോഡുകൾ പോക്കുവരവ് നടത്തി സംസ്ഥാനത്തിന് ആയിരക്കണക്കിന് കോടികൾ നഷ്ടപ്പെടുമ്പോൾ കോടീശ്വരന്മാരായ സ്വർണ്ണ വ്യാപാരികൾക്ക് തുച്ഛമായ നികുതിയാണ് ഈടാക്കുന്നത്. പാവങ്ങളെ കൊള്ളയടിച്ചും പിടിച്ചുപറി നടത്തിയും വമ്പന്മാരെ വാഴിക്കുന്നു. കള്ളന്മാർക്കും കൊള്ളക്കാർക്കും ഒരു വിഭാഗം സർക്കാർ ജീവനക്കാർക്കും സുവർണ കാലമാണെന്നും ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഏകദേശം 40 കൊല്ലത്തിന് മുൻപ് ഗോളിയോർ അടക്കം വൻകിട വ്യവസായങ്ങളും ചെറുകിട വ്യവസായങ്ങളും പരമ്പരാഗത വ്യവസായങ്ങളും കൊണ്ട് നിറഞ്ഞു നിന്ന കേരളത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ ആലോചിക്കാൻ പോലും കഴിയില്ലെന്ന് വ്യവസായ പ്രമുഖർ വ്യക്തമാക്കുന്നു. 90% വ്യവസായങ്ങളും ബീഡി വ്യവസായം അടക്കം ട്രേഡ് യൂണിയൻ സമരങ്ങൾ കൊണ്ട് കേരളം വിട്ടതായും ചൂണ്ടിക്കാട്ടുന്നു. കേരളം എന്ന് കേട്ടാൽ നിക്ഷേപകർ ഓടി രക്ഷപ്പെടുന്ന അവസ്ഥയാണത്രേ. ചുരുങ്ങിയ കാലം കൊണ്ട് പാലക്കാട് കഞ്ചിക്കോട് ന്യൂ ഇൻഡസ്ട്രിയൽ ഏരിയയിലെ വൻകിട വ്യവസായങ്ങളായ മാരിക്കോ, പാഡ്സ്പിൻ അടക്കം തമിഴ്നാട്ടിലേക്ക് ചേക്കേറി കഴിഞ്ഞു. ആയിരക്കണക്കിന് സ്ക്രാപ്പ് ലോഡുകൾ തമിഴ്നാട്ടിലേക്ക് കടത്തി വിൽപ്പന നടത്തി കേരളത്തിന് ലഭിക്കേണ്ട ആയിരക്കണക്കിന് കോടികൾ GST നഷ്ടപ്പെടുത്തുന്നു. GST ഉദ്യോഗസ്ഥർ കണ്ണടച്ച് ഉറക്ക സമരത്തിലാണത്രേ. റോഡുകളിലും സ്ഥാപനങ്ങളിലും നിറഞ്ഞു ആടിയ
ഉദ്യോഗസ്ഥർ അപ്രത്യക്ഷമായി സർക്കാർ തീരുമാനം അങ്ങനെയാണെന്ന് പറഞ്ഞ് അവർ കൈമലർത്തി റെസ്റ്റ് എടുത്ത് ശമ്പളം വാങ്ങുന്നതായും പറയുന്നു. വിദേശങ്ങളിൽ അടക്കം നിക്ഷേപകരെ മാടി വിളിച്ച് സംരക്ഷിക്കാൻ തമിഴ്നാട്, കർണാടക, തെലങ്കാന പോലുള്ള സംസ്ഥാനങ്ങൾ തയ്യാറാകുമ്പോൾ കേരളം മിസൈൽ വേഗത്തിൽ പുറകോട്ട് പോകുന്നതായും പരാതികൾ ഉയരുകയാണ്. ഡൽഹി തിരഞ്ഞെടുപ്പ് ലോക ശ്രദ്ധ പിടിച്ചുപറ്റുന്നു. രാജ്യതലസ്ഥാനമായ ഡൽഹി തിരഞ്ഞെടുപ്പ് കോൺഗ്രസിനും BJPക്കും AAPക്കും ജീവൻ മരണ പോരാട്ടമാണ്. ഡൽഹി കൂടുതൽ കാലം ആരെയും കൊള്ളുകയോ തള്ളുകയോ ചെയ്യാറില്ല. BJPയെയും കോൺഗ്രസിനെയും സ്വീകരിച്ചു വന്നിരുന്ന ഒരു സമയത്ത് കോൺഗ്രസിനെ 3 വട്ടം തുടർച്ചയായി സ്വീകരിച്ചതും കണ്ടതാണ്. പിന്നീട് ഒരു സുപ്രഭാതത്തിൽ അണ്ണാ ഹസാരെയുടെ മറവിൽ AAP വേരുറപ്പിച്ചു തുടങ്ങി. പിന്നീട് കോൺഗ്രസിനെയും BJPയെയും മാറ്റി നിർത്തി ആം ആദ്മിയെ സ്വീകരിക്കുകയായിരുന്നു ഡൽഹി. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 239 വഴി ദേശീയതല സംസ്ഥാനം ഡൽഹി തിരഞ്ഞെടുക്കപ്പെട്ട 70 അംഗങ്ങളുള്ള നിയമസഭാ രൂപീകരണമായത് 1992-ലാണ്. 1993 നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ BJP 70 സീറ്റുകളിൽ മത്സരിക്കുകയും 49-ൽ വിജയിച്ചു. 1998-ൽ BJP 67 സീറ്റിൽ മത്സരിച്ച് 15 സീറ്റ് മാത്രമാണ് നേടിയത്. കോൺഗ്രസിന് 52 സീറ്റ് കിട്ടി. കോൺഗ്രസ് അധികാരത്തിലെത്തി. 2008-ലെ തെരഞ്ഞെടുപ്പിൽ BJP 69 സീറ്റിൽ മത്സരിച്ച് 23-ൽ വിജയിച്ചു. 43 സീറ്റ് നേടി കോൺഗ്രസ് തുടർഭരണം നിലനിർത്തി. 2013-ൽ എല്ലാം തകിടം മറിഞ്ഞു. 2011-ലെ അണ്ണാ ഹസാരെയുടെ അഴിമതി വിരുദ്ധ സമരത്തെ തുടർന്ന് 2013-ൽ AAP വേരുറപ്പിച്ചു. 28 സീറ്റ് നേടി. 31 സീറ്റ് BJPക്ക് ലഭിച്ചു. കോൺഗ്രസിന് 8 സീറ്റും. കോൺഗ്രസിന്റെ പിന്തുണയോടെ AAPയുടെ ആദ്യത്തെ സർക്കാർ അധികാരത്തിലെത്തി. വെറും 49 ദിവസത്തെ ആയുസ് മാത്രം. 2015-ലെ തെരഞ്ഞെടുപ്പിൽ 67 സീറ്റിൽ മത്സരിച്ച് 62 സീറ്റ് നേടി വീണ്ടും AAP അധികാരത്തിലെത്തുകയായിരുന്നു. ഇക്കുറിയും അതുപോലെ മരണ പോരാട്ടമാണ് നടക്കുന്നതെന്നാണ് അറിയുന്നത്. ബോച്ചെ കസ്റ്റഡിയിൽ. ഹണി റോസിനെ മുഖ്യമന്ത്രി ഫോണിൽ നേരിട്ട് വിളിച്ച് ഉറപ്പ് നൽകിയെന്ന് പറയുന്നു. ആരാധകരുടെയും ബിസിനസ്സുകാരുടെയും ഹരമായിരുന്ന നടി ഹണി റോസ് വിവാദ താരമാകുന്നു. ബോബി ചെമ്മണ്ണൂരിനെതിരെ നടി ഹണി റോസ് ലൈംഗിക അധിക്ഷേപത്തിനെതിരെ ശക്തമായ വകുപ്പുകൾ ഉൾപ്പെടുത്തിയാണ് പരാതി നൽകിയിട്ടുള്ളത്. നിയമവിദഗ്ധരുടെ ഉപദേശം തേടിയാണ് പരാതി തയ്യാറാക്കി പോലീസിന് നൽകിയത്. പ്രത്യേക പോലീസ് സംഘം അന്വേഷിക്കുന്നു. ഞാൻ തെറ്റായ രീതിയിൽ ഒരിക്കലും പെരുമാറിയിട്ടില്ല. ഇപ്പോൾ പരാതിയുമായി വന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ലെന്ന് ബോബി പറയുന്നു. വാർത്ത നൽകുമ്പോൾ തൻ്റെ പേര് മറയ്ക്കരുതെന്ന് ഹണി റോസ് മാധ്യമങ്ങളോട് ആവശ്യപ്പെട്ടു. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഉദ്ഘാടന വേദിയിൽ അപമാനമായി പെരുമാറിയപ്പോൾ ഉള്ളിൽ കനത്ത വേദനയുണ്ടായെങ്കിലും ചടങ്ങ് അലങ്കോലപ്പെടുത്തരുതെന്ന എൻ്റെ ചിന്തയിലാണ് ചിരിച്ചു സഹിച്ചു നിന്നതെന്ന് സൂചിപ്പിക്കുന്നു. പിന്നീട് ലൈംഗിക ആക്ഷേപം നടത്തുക എന്ന ദുരുദ്ദേശത്തോടെ പ്രതി പിന്തുടരുകയായിരുന്നു എന്ന് നടിയുടെ പരാതിയിൽ വ്യക്തമാക്കി പറയുന്നു. തലശ്ശേരി ബ്യൂട്ടി പാർലർ ആൻഡ് ജിം ഉദ്ഘാടന സ്ഥലത്തെത്തിയ പ്രതി ലൈംഗിക ചുവയോടെ സംസാരിച്ചു. തുടർന്ന് ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സിന്റെ തൃപ്രയാർ ഷോറൂമിൽ നിന്ന് ഉദ്ഘാടനത്തിന് വിളിച്ചെങ്കിലും പങ്കെടുക്കാൻ താൽപ്പര്യപ്പെടില്ലെന്ന് അറിയിച്ചു. പിന്നീട് പ്രതികാര ബുദ്ധിയോടെ പല അഭിമുഖങ്ങളിലും ആവശ്യമില്ലാതെ തന്നെ പേര് വലിച്ചഴിക്കുകയായിരുന്നു. സ്ത്രീകളെ അപമാനിക്കുന്ന അസഭ്യ പരാമർശങ്ങൾ നടത്തിയതായും പരാതിയിൽ പറയുന്നു. ഇതോടെ ഇരുവരും വാർത്താ പ്രാധാന്യം നേടി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഹണി റോസിന്റെ പരാതിയിൽ
യുദ്ധകാല അടിസ്ഥാനത്തിൽ മിന്നൽ വേഗത്തിൽ പോലീസ് നടപടിയും അറസ്റ്റും നടത്തി. കൊച്ചി പോലീസ് വയനാട് മേപ്പാടി 1000 ഏക്കർ എസ്റ്റേറ്റിൽ വെച്ച് അറസ്റ്റ് നടത്തി. പുത്തൂർ വയൽ AR ക്യാമ്പിൽ എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി കൊച്ചിയിലേക്ക് പുറപ്പെട്ടതായും അസാധാരണമായി മുഖ്യമന്ത്രി തന്നെ നടി അണി റോസിനെ നേരിൽ വിളിച്ച് നടപടി ഉറപ്പു നൽകിയെന്നാണ് പറയുന്നത്. എൻ വിജയം ആത്മഹത്യാ സംഭവം കൈയക്ഷര പരിശോധന അടക്കം നടത്താൻ അന്വേഷണ സംഘം നടപടി ആരംഭിച്ചു. വയനാട് DCC ഖജാൻജി MN വിജയൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ശാസ്ത്രീയ പരിശോധനകൾ ഉപയോഗിക്കാൻ പോലീസ് തീരുമാനം. അന്വേഷണവുമായി KPCCയുടെ അന്വേഷണ കമ്മീഷനും രംഗത്ത്. കമ്മീഷൻ ഇന്ന് വയനാട്ടിൽ എത്തും. ഇതുമായി ബന്ധപ്പെട്ട MN വിജയന്റെ കുടുംബം കോൺഗ്രസ് നേതാക്കൾക്കെതിരെ രംഗത്ത് വന്നു. കത്തിനെ ചൊല്ലി വലിയ വിവാദമായി കോൺഗ്രസ് പാളയത്തിൽ അങ്കലാപ്പുണ്ടാക്കിയിരിക്കുകയാണ്. വിജയന്റെ കുടുംബം നേതൃത്വത്തിനെതിരെ വിരൽ ചൂണ്ടുന്നതും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. പെരിയ കൊലക്കേസ് മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ 4 പ്രതികളുടെ ശിക്ഷ മരവിപ്പിച്ചു. CPM ക്യാമ്പിൽ ആഹ്ലാദം. പെരിയ ഇരട്ട കൊലക്കേസിൽ CBI പ്രത്യേക കോടതി 5 വർഷം കഠിന തടവ് വിധിച്ച 4 പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി മരവിപ്പിക്കുകയായിരുന്നു. 14-ാം പ്രതിയും കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന K മണികണ്ഠൻ, 20-ാം പ്രതി ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ, 21-ാം പ്രതി രാഘവൻ വെളുത്തോളി, 22-ാം പ്രതി KV ഭാസ്കരൻ എന്നിവരുടെ ശിക്ഷയാണ് സ്റ്റേ ചെയ്തിരിക്കുന്നത്. 5 വർഷം വരെ തടവ് ശിക്ഷയെങ്കിൽ സ്റ്റേ നൽകാമെന്ന് സുപ്രീം കോടതി നിർദ്ദേശത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റേ ലഭിച്ചത്. ശിക്ഷാവിധി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇവർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത്. കുറ്റകൃത്യം നടത്തിയ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ നിന്നും ഒരു സമയത്ത് മോചിപ്പിച്ചതായാണ്. അതിനുശേഷം പിന്നീടാണ് CBI കോടതി ശിക്ഷ വിധിച്ചത്.